നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തൃത്താല മണ്ഡലത്തിൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി മുൻമന്ത്രിയും MLA-യുമായിരുന്ന MP രാജേഷും നിയുക്ത MLA VT ബൽറാമും സമൂഹമാധ്യമങ്ങളിൽ സൗഹാർദ്ദപരമായ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ വികസന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള തുറന്ന സംവാദത്തിനായുള്ള വെല്ലുവിളികളും മറുപടികളുമായി ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെയാണ് ഇവരുടെ ചർച്ചകൾ മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ജനവിധി അംഗീകരിക്കുന്നുവെന്നും നിയുക്ത MLA-ക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ടുമാണ് MP രാജേഷ് തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. നിരവധി വികസന പദ്ധതികൾ തൃത്താലയിൽ പുരോഗമിക്കുകയാണ്. അവയുടെ പൂർത്തീകരണത്തിന് ക്രിയാത്മകമായ പിന്തുണയും MP രാജേഷ് വാഗ്ദാനം ചെയ്യുന്നു. തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജനപ്രതിനിധിയായി പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. തന്റെ ഭാഗത്തു നിന്നും വിവേകമില്ലാത്ത വാക്കോ പ്രവൃത്തിയോ മൂലം തൃത്താലയ്ക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ലെന്നും MP രാജേഷ് കുറിച്ചിടുന്നു. തിരഞ്ഞെടുപ്പിലെ വിജയമെന്ന ഏക സാധ്യത മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മുന്നോട്ട് നയിക്കുന്നതെന്നും പരാജയം കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരോത്സുകമായ അവസരങ്ങൾ സൃഷ്ടിക്കലാണെന്നും കൂടുതൽ സമരോത്മുഖമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞാണ് MP രാജേഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായാണ് VT ബൽറാം സമൂഹമാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ആശംസകൾക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിയ VT ബൽറാം മണ്ഡലത്തിൽ MP രാജേഷ് തുടങ്ങിവെച്ച എല്ലാ ജനോപകാര പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുൻഗണന നൽകുമെന്നും സൂചിപ്പിച്ചു. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയും ക്രിയാത്മകമായ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും VT ബൽറാം പോസ്റ്റിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായി അടിച്ചേൽപ്പിക്കാൻ നോക്കിയതിലൂടെ വലിയ വിമർശനങ്ങൾക്കിട വരുത്തിയിട്ടുള്ള ചില പദ്ധതികൾ പുനഃപരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങളോടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും VT ബൽറാം വ്യക്തമാക്കുന്നു. MP രാജേഷിന്റെ തിരക്കുകൾക്കിടയിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ നേരിൽ കണ്ട് മണ്ഡലത്തിലെ നിലവിലെ വികസന പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയുവാനും ചർച്ച ചെയ്യുവാനും താല്പര്യമുണ്ടെന്നും കുറിച്ചുകൊണ്ടാണ് VT ബൽറാം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.